ജമ്മു കാശ്മീരിലുള്ള ഒരു ഗ്രാമം, പെൻസിൽ വാലി എന്ന് പറയുന്ന ഒരിടം. ആ സ്ഥലത്തോട്ട് പ്രാർത്ഥിക്കുക. വലിയ പ്രകൃതി ദുരന്തം ആ ഒരു സ്പോട്ടിൽ ഉണ്ടാകാൻ പോകുന്നു. പെൻസിൽ വാലി എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ജമ്മു കാശ്മീരിലുള്ള ആ സ്ഥലത്ത് വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ നിമിത്തം ഒരു ഗ്രാമം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സംഭവം ഉണ്ടാകാൻ പോകുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗമൊരുക്കിയ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നല്ലോ, ദൈവം നമ്മളെ ഒത്തിരി കരുതുന്നല്ലോ. ദൈവത്തിൻ്റെ എല്ലാ കരുണയ്ക്കും കരുതലിനുമായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവശബ്ദമായി എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഇരിപ്പാൻ പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. കഴിഞ്ഞ പകൽ മുഴുവൻ ഞാൻ പ്രയറിലിരിക്കുമ്പോൾ എനിക്ക് കർത്താവ് നൽകിയ ദൈവശബ്ദത്തെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ച ദൈവശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുകയും അത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒത്തിരി പേര് ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ ഓരോ പ്രവചനത്തിൻ്റെയും നിവൃത്തീകരണം കാണുവാനും പരിശുദ്ധാത്മാവ് സഹായിക്കുന്നല്ലോ. ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല, ദൈവശബ്ദങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ ദൈവശബ്ദങ്ങളെ സ്വീകരിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഭരണ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാരുണ്ട്. നിങ്ങളെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും പ്രാർത്ഥനയിൽ ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുക, എന്നെയും കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല മാതാപിതാക്കൾ വിളിക്കുമ്പോഴും പല ഫാമിലീസൊക്കെ വിളിക്കുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യം, അവർ വളരെ നാളുകളായി അവർ അധ്വാനിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ, യൂറോപ്പ് കൺട്രികളിൽ അവർ ജോലി ചെയ്യുന്നു. പക്ഷേ അവർക്ക് ഇത്ര വർഷങ്ങൾ അധ്വാനിച്ചിട്ടും അവർക്ക് നീക്കി ബാക്കിയൊന്നുമില്ല. മിച്ചം പിടിക്കാൻ അവരുടെ കയ്യിലൊന്നുമില്ല. സമ്പാദ്യമായി അവരുടെ കയ്യിലൊന്നുമില്ലാത്ത ഒരു വല്ലാത്ത ശൂന്യത നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ. പേരിന് ഗൾഫിലാണ്, പേരിന് യൂറോപ്പ് കൺട്രിയിലാണ്, അമേരിക്കയിലാണ്, UK-യിലാണ്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം വളരെ നിരാശ അനുഭവിക്കുന്ന, വളരെ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കം അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ. അവർ അധ്വാനിച്ചു, അവർ മക്കളെ പഠിപ്പിച്ച് അവർക്ക് നല്ല ലെവലിലുള്ള ഹയർ എഡ്യൂക്കേഷൻ കൊടുത്തു. എന്നിട്ടും ആ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകുന്നില്ല. ഇവർ മാതാപിതാക്കൾ ആഗ്രഹിച്ചതുപോലെ അവർക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല. മക്കൾ നിരാശരായിത്തീരുന്നു. അവർ പ്രാർത്ഥിക്കാത്തതുകൊണ്ടല്ല, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിച്ചിട്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവർക്കൊരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല. ഫസ്റ്റ് ഞങ്ങൾ ഉപവസിക്കുന്നു, ഫസ്റ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ചർച്ചയിൽ പോകുന്നുണ്ട്. പക്ഷേ എന്തോ ഞങ്ങൾക്ക് എന്നിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലേ? വളരെ നിരാശയോടെയുള്ള വാക്കുകൾ കേൾക്കാനിടയായി. ആമേൻ. ഞാൻ ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് കൈമാറിയ ദൈവശബ്ദമാണ് ഞാൻ കൈമാറാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശൂന്യതകൾ, ശോധനകൾ ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മുടെ മേൽ, നമ്മുടെ തലമുറയുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിനൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളുടെ അകത്ത് വല്ലാത്ത ശോധനയും വേദനയും ഞെരുക്കവും നമ്മൾ അനുഭവിക്കുന്നതിന് റീസൺ ദൈവിക പദ്ധതിയുടെ അകത്ത് നീ കയറി നിൽക്കുന്നുണ്ട്. അന്നെന്താ വസ്തു അങ്ങനെ പറയുന്നത്? കാരണം ഇത്രയും ഞെരുക്കവും ഇത്രയും പ്രതിസന്ധിയും ഇത്രയും ശോധനയും ഇത്രയും ഒറ്റപ്പെടലും
ഇത്രയും അലച്ചലെല്ലാം ഉണ്ടായിട്ടും വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പോയിട്ടില്ല, ദൈവകൃപയിൽ നിന്ന് നമ്മൾ പോയിട്ടില്ല, നമ്മൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടുമില്ല, നമ്മൾ സ്വയം നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുമില്ല. കാരണം അതിൻ്റെ റീസൺ, നീ ദൈവിക പദ്ധതിയുടെ അകത്തുള്ളവനാണ്, നീ ദൈവിക പദ്ധതിയുടെ അകത്തുള്ളവളാണ്. അല്ല എങ്കിൽ പണ്ടേ നമ്മൾ എന്ത് ചെയ്തേനെ, ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചേനെ. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നെ വിട്ടുകൊടുക്കാതെ, അതിന് വേണ്ടി നിൻ്റെ മൈൻഡിനെ അതിന് വിട്ടുകൊടുക്കാതെ നിന്നെ കവർ ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ. നിന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവുണ്ട്. നിനക്ക് വേണ്ടി നല്ല ഭാവിയെ ഒരുക്കി വച്ചിരിക്കുന്ന നല്ലൊരു കർത്താവ് നമുക്കുണ്ട്. നീ തകരാൻ, നീ ക്ഷീണിക്കാൻ, നീ നിന്ദിക്കപ്പെടുവാൻ, നീ കിടന്ന് അലയുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മുടെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങൾ ചെയ്യും. ഒത്തിരി നിരാശപ്പെട്ടിരിക്കുന്ന ഫാമിലീസിനെ കേൾക്കുന്നുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളോട് കൈമാറുന്ന ദൈവശബ്ദമാണ്, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകും. ആമേൻ. ദൈവം അത്ഭുതം ചെയ്യും. ദൈവമാനിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവ നിൻ്റെ വീട്ടിൽ വരുന്നത്. നീ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിൻ്റെ തലമുറയിലേക്ക് യേശു കയറി വരുന്നത്. നമ്മൾ ചിന്തിക്കാത്ത സമയം, നമ്മൾ ആകെ കുഴഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ, നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ പ്രതീക്ഷിച്ച ഒരു പലരും വരാതിരിക്കുന്നിടത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കർത്താവ് കയറി വരും. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന യേശു നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി, നിൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി അവൻ ഇറങ്ങി വരും. നിരാശപ്പെടരുത്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കുക. ഈ മെസ്സേജ് കേൾക്കുക, അതിനെ ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. ആമേൻ. ഈ ഒരു വാക്യത്തിന് ആമേൻ പറയണം. ആമേൻ. ഈ വാക്യത്തിൽ നമ്മൾ ആമേൻ പറഞ്ഞിരിക്കും. കാരണം പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. ആമേൻ. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടിട്ട് അവരുടെ വല കീറത്തക്ക വിധത്തിലുള്ള പെരുപ്പം അവരുടെ വലയ്ക്കകത്ത് കയറി. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രതീക്ഷിക്കാത്ത ഒരു ബ്ലെസ്സിങ്, പ്രതീക്ഷിക്കാത്ത ഒരു നന്മ, പ്രതീക്ഷിക്കാത്ത ഒരു ഉയർച്ച ആമേൻ ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്കൊത്തിരി വിശ്വാസം വർദ്ധിക്കും. ഈ ഒരു വാക്യം പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷത്തിലൂടെ നമ്മൾ എന്താ പറയുക, നമ്മൾ എന്ത് ചെയ്യാൻ റെഡിയാവും അല്ലേ? പക്ഷേ അവർ അങ്ങനെ ചെയ്തപ്പോൾ, എങ്ങനെ ചെയ്തപ്പോൾ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആമേൻ. അവരങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു എന്ന വചനം പറയുന്നേ. ആമേൻ. എന്നാൽ ഈ പെരുത്ത മീൻകൂട്ടം ഇവരുടെ വലയിൽ അകപ്പെടും വിധത്തിൽ ഇവർ ദൈവ ശബ്ദത്തിന് വിധേയപ്പെടാൻ തയ്യാറായി. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അതിൻ്റെ മേലോട്ടുള്ള വാക്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് കർത്താവ് ജനത്തെ ഉപദേശിക്കാൻ വേണ്ടി, ശുശ്രൂഷിക്കാൻ വേണ്ടി കടൽത്തീരത്ത് ചെല്ലുമ്പോൾ ജനത്തിൻ്റെ പെരുപ്പ നിമിത്തം തനിക്ക് അവിടെ നിൽക്കാൻ കഴിയാതെ, യേശുവിന് അവരുടെ ഇടയിൽ നിൽക്കാൻ കഴിയാതെ ഇച്ചിരും കൂടെ ഒന്ന് മാറി, ഇല്ലെങ്കിൽ ഇവർ ജനത്തെ വിട്ടൊന്ന് ഉയർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആമേൻ അവർ നോക്കുമ്പോൾ രണ്ട് പടക് കരയിൽ അടുപ്പിച്ചിട്ടിരിക്കുന്നു. അതിൽ നിന്ന് മീൻപിടുത്തക്കാരെ ഇറങ്ങി വല കഴുകുന്നത്, നന്നാക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ 2 പടകുള്ളതിൽ ഒരു പടകിൻ്റെ അകത്ത് ശീമോനുള്ള പടകിൽ യേശു കയറും. ആമേൻ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ 2 പടകുണ്ട്. ആ 2 പടകുള്ളതിൽ ശീമോനുള്ള പടകിൽ യേശു കയറി. ആമേൻ. ശീമോനോട് പറഞ്ഞു,
ഈ പടക് അല്പം ഒന്ന് കരയിൽ നിന്ന് നീക്കിത്തരിക എന്ന് അവൻ അപേക്ഷിച്ചു. അത് കേട്ടപ്പോഴത്തേക്കും പത്രോസ് ആ പടക് യേശുവിന് പ്രസംഗിക്കാൻ വിട്ടുകൊടുത്തു. ആമേൻ. ഒന്നാമത്തെ അനുസരണം, ദൈവശബ്ദം കേൾക്കാൻ, ദൈവിക ആവശ്യങ്ങൾ അറിഞ്ഞ് അത് ചെയ്യാൻ ഉള്ള മനസ്സ് പത്രോസിനുണ്ടായി. ആമേൻ. യേശു ആവശ്യപ്പെട്ടു, പത്രോസെ, ഒരല്പം പടകൊന്ന് നീക്കി തരാമോ? എനിക്കിരുന്ന് ജനത്തെ ശുശ്രൂഷിക്കാൻ എൻ്റെ പടക് എനിക്ക് ആവശ്യമാണ്. നിരാശപ്പെട്ട് തകർന്നിരിക്കുന്ന മനുഷ്യൻ, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ തൻ്റെ കുടുംബത്തിലേക്ക് നിരാശയോടെ വെറും കൈയോടെ പോകേണ്ട സിറ്റുവേഷനാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് നിരാശയോടെ വല കഴുകി നിൽക്കുന്ന മനുഷ്യൻ്റെ അടുക്കൽ വന്നിട്ട് യേശു ചോദിക്കുന്നു, നിൻ്റെ പടകൊന്ന് വിട്ടു തരാമോ? ആ സമയത്ത് പടക് വിട്ടുകൊടുക്കാനോ ആ സമയത്ത് സംസാരിക്കാനൊന്നും മൂടൊന്നുമില്ല. ആമേൻ. കാരണം നിരാശപ്പെട്ട് നിൽക്കുകയാണ്. വീട്ടിൽ ഇവൻ ചെന്നിട്ട് വേണം അവൻ്റെ അടുപ്പ് പുകയാൻ, ഇവൻ ചെന്നിട്ട് വേണം അവൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കാൻ. വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു കുടുംബം അവനുണ്ട്. ആ കുടുംബത്തിലോട്ട് കൈവീശി വെറും കൈയോടെ കയറി ചെല്ലേണ്ട ഒരു സിറ്റുവേഷനിൽ നിരാശപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ അധ്വാനിച്ചു. രാത്രി മുഴുവൻ ഉറക്കം കളഞ്ഞ് അധ്വാനിച്ചു. ഉറക്കം കളഞ്ഞ് അധ്വാനിച്ചിട്ടും തൻ്റെ ആരോഗ്യം മുഴുവൻ ചെലവിട്ട് അധ്വാനിച്ചിട്ടും തനിക്ക് അറിയാവുന്ന രീതിയിലെല്ലാം പയറ്റിയിട്ടും വെറും ശൂന്യാവസ്ഥയിൽ കയറി വരേണ്ട, വെറും ശൂന്യാവസ്ഥയിൽ വീട്ടിലേക്ക് ചെല്ലേണ്ട സിറ്റുവേഷനിൽ തകർന്നു നിൽക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് യേശു ചോദിക്കുന്നു, പത്രോസ്, നിൻ്റെ പടക് എനിക്ക് അല്പനേരത്തേക്ക് പ്രസംഗിക്കാൻ ശുശ്രൂഷിക്കാൻ എനിക്ക് വിട്ടുതരാമോ? ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മളായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒന്ന് വിശ്രമിക്കാൻ ഞാൻ പോവുകയാണ്, ഞാൻ ആകെ നിരാശനാണ്, എനിക്കിപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് നിൽക്കാൻ കഴിയില്ല, ഞാൻ തകർന്നിരിക്കുക, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല, പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല, ഒരു മെസ്സേജ് കേൾക്കാനുള്ള താല്പര്യമില്ല, കാരണം ഞാൻ തകർന്നിരിക്കുക. ഈ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ളവർക്കറിയാം, നിങ്ങൾ ഇത്രയും വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷമൊക്കെ നിന്നിട്ട് വെറും കൈയോടെ നാട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ഇത്ര നാൾ അധ്വാനിച്ചിട്ട് കൈയും വീശി നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ മക്കളുടെ അടുക്കിലേക്ക് വരുവാൻ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുത്തിലേക്ക് വരുവാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തകർന്നിരിക്കുക. ആ സമയത്ത് ഒരു ദൈവദാസം വന്ന് നമുക്ക് പ്രാർത്ഥിക്കുക, ഒരു മീറ്റിംഗ് കൊണ്ട് വരാൻ പറഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടാണ്, ആകെ തകർന്നിരിക്കുക. പക്ഷേ ഇവിടെ പത്രോസ് ചെയ്തത്, അത്രയും നിരാശപ്പെട്ടും തകർന്നും ശൂന്യതയിലിരിക്കുന്ന മനുഷ്യൻ ദൈവശബ്ദത്തിന് ആ പടക് വിട്ടുകൊടുത്തു. ആ പടക് വിട്ടുകൊടുത്തതിൻ്റെ ഒറ്റ കാരണമാണ്, കാരണം ആ വല്ലാത്ത സിറ്റുവേഷൻ്റെ അകത്ത് ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായി, ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി. താൻ നോക്കുമ്പോൾ മീനോ കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഈ പടക് ദൈവത്തിന് ഉപകാരപ്പെടുമെങ്കിൽ, യേശുവിന് ഉപകാരപ്പെടുമെങ്കിൽ നടക്കട്ടെ. അവൻ ഒന്നും പ്രതീക്ഷിച്ചല്ല ആ പത്രോസ് പടക് വിട്ടുകൊടുക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവശബ്ദം കേൾക്കുന്നതും ദൈവത്തിൽ ഇരിക്കുന്നതും ചിലത് ചെയ്യുന്നതും എല്ലാം എന്തൊക്കെ പ്രതീക്ഷിച്ച. പക്ഷേ ഇവിടെ പത്രോസ് യാതൊന്നും പ്രതീക്ഷിക്കാതെ, ഇവിടെ പത്രോസ് യാതൊന്നും ഇച്ഛിക്കാതെ തൻ്റെ കൈ ശൂന്യമായി നിൽക്കുമ്പോഴും, തൻ്റെ പടക് ശൂന്യമായി നിൽക്കുമ്പോഴും, തൻ്റെ വല ശൂന്യമായി നിൽക്കുമ്പോഴും, തൻ്റെ പോക്കറ്റ് ശൂന്യമായി നിൽക്കുമ്പോഴും ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ പടകിനെ യേശുവിന് വിട്ടുകൊടുക്കുക. ആമേൻ. നീ ഒന്നും പ്രതീക്ഷിക്കാതെ നീ യേശുവിന് കൊടുക്കാൻ തയ്യാറായാൽ, നിൻ്റെ സാഹചര്യങ്ങൾ, നിൻ്റെ സമയം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ കുടുംബം, നിൻ്റെ തലമുറ ദൈവം ചോദിക്കുന്ന സമയത്ത്, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് അവൈലബിളായാൽ, നീ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, ആമേൻ, നീ ചിന്തിക്കാത്ത, നീ ഇച്ഛിക്കാത്തത് നിൻ്റെ വീടിൻ്റെ അകത്ത് വരും. നീ പ്രതീക്ഷിക്കാത്തത് നിൻ്റെ കൈ വരും. ആമേൻ. നീ സ്വപ്നം കാണാത്തത്, നിനക്ക് ഇന്ന് വരെ ലഭിക്കാത്തത് നിൻ്റെ കയ്യിൽ അവൻ കൊണ്ടുതരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പലതും പ്രതീക്ഷിച്ചുകൊണ്ടേ ചെല്ലുന്നേ. നോ, ഒന്നും പ്രതീക്ഷിക്കാതെ
ദൈവ ശബ്ദത്തിന് നിന്നുകൊടുക്കുക. ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ദൈവം വലിയവ ചെയ്യുമെന്നുള്ള ഉറപ്പ്, ദൈവം ഉപയോഗിക്കും എന്നുള്ള ഉറപ്പ്, ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ, ദൈവനാമത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, നിന്നെയും നിൻ്റെ കുടുംബത്തെയും ദൈവം മാനിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവിക ശബ്ദം അനുസരിക്കാൻ തയ്യാറാകുക. ദൈവിക ശബ്ദം കേൾക്കാൻ തയ്യാറാക്കുക. അവിടെ അപ്പോൾ നമ്മൾ പരാതി പറയരുത്, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം പറയരുത്, അപ്പുറത്തെ സിറ്റുവേഷൻ ഒന്നും കൂടെ പറയണ്ട. പത്രോസേ, നീ നിൽക്കുന്ന സിറ്റുവേഷൻ നിന്നേക്കാളും അധികമായി യേശുവിനറിയാം. നിൻ്റെ ശൂന്യത, നിൻ്റെ കഷ്ടപ്പാട്, നിൻ്റെ ഞെരുക്കം, നിൻ്റെ സാഹചര്യം മുഴുവൻ യേശുവിനറിയാം. നീ എങ്ങനെ തകർന്നിരിക്കുന്നു എന്നുള്ളതുവരെയും യേശുവിനറിയാം. നിൻ്റെ മനസ്സിപ്പോൾ എത്രമാത്രം വേദനപ്പെടുന്നുണ്ടെന്നതും യേശുവിനറിയാം. നീ ഒന്നും പറയണ്ട, അവൻ ചോദിക്കുന്നത് കൊടുക്കാൻ തയ്യാറാകുക. നിന്റെ പടകിനെ കൊടുക്കാൻ തയ്യാറാകുക. നിന്റെ തലമുറയെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുക. വിട്ടുകൊടുത്താൽ നീ പ്രതീക്ഷിക്കാത്തത്, നീ കാണാത്തത് നീ കാണും. നീ ഇന്ന് വരെയും അനുഭവിക്കാത്ത സന്തോഷം, നീ ഇന്ന് വരെയും കാണാത്ത നന്മകൾ നീ കാണും. പ്രൈസ് ദി ലോർഡ്. നിരാശപ്പെടരുത്, വിശ്വസിക്കുക. നോക്കി, പത്രോസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് പത്രോസിൻ്റെ അടുക്കിലേക്ക് യേശു വരുന്നത്. ഈ എന്നെ കേൾക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ തലമുറയുടെ അടുക്കിലേക്ക്, നിൻ്റെ ജീവിത പങ്കാളിയുടെ അടുക്കിലേക്ക്, നിൻ്റെ അടുക്കിലേക്ക് നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു വരും. നീ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ, പ്രതികൂലത്തിൻ്റെ, ആ വിഷയത്തിൽ ഏത് വിഷയം നീ കുരുങ്ങിയിരിക്കുന്ന അതിൻ്റെ അകത്തേക്ക്, നീ ഇരിക്കുന്ന ഇടക്കിലേക്ക്, നീ നിൽക്കുന്ന ഇടത്തേക്ക്, ഈ യേശു ചെല്ലുന്ന കടപ്പുറത്തേക്ക് യേശു ചെല്ലുന്നേ. യേശുവിൻ്റെ ഇടയ്ക്കിലേക്ക് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് പത്രോസ് അങ്ങോട്ട് ഇല്ലായിരുന്നു. യേശു ഇങ്ങോട്ട് വരിക. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൻ്റെ അവയെ അടുത്തേക്ക് വന്ന് നിനക്ക് വേണ്ടി ചില കാര്യങ്ങളെ ദൈവം ചെയ്യാൻ പോകുന്നു. അതിൻ്റെ കാരണം, പത്രോസേ, നീ ദൈവിക പദ്ധതിയിലുള്ളവനാണ്, നീ ദൈവിക വിളിയിലുള്ളവനാണ്. ദൈവിക വിളിയിലുള്ളവൻ്റെ അടുക്കിലേക്ക് യേശു വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പത്രോസേ, നീ ദൈവിക പദ്ധതിയിലുള്ള വ്യക്തിയായതുകൊണ്ട് നിൻ്റെ പടകിൻ്റെ അകത്ത് യേശു കയറും. അതിന് മാറ്റമില്ല. നീ ദൈവിക പദ്ധതിയിലാണോ നിൻ്റെ തലമുറയുള്ള, ദൈവിക പദ്ധതിയിലാണോ നീ നിൽക്കുന്നത്, നിൻ്റെ അടുക്കൽ യേശു വന്നിരിക്കും. അതിന് മാറ്റമില്ല. പല പടകുകളും അവിടെ ഉണ്ടാകാം, പക്ഷേ നിൻ്റെ പടകിലെ അവൻ കയറത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ തലമുറ അവരിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം വലിയ ശൂന്യതയായിരിക്കാം. അവരുടെ ഫാമിലി ജീവിതം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി മേഖല, അവരുടെ സാമ്പത്തിക മേഖല, അവരുടെ ആത്മീയ നിലവാരം വലിയ ശൂന്യത അനുഭവിക്കുന്നതായിരിക്കാം. നിങ്ങളെ അനുസരിക്കാത്തവരായിരിക്കാം, നിങ്ങൾക്ക് ഒരു നന്മ തരാത്തവരായിരിക്കാം. പക്ഷേ അവരുടെ സാഹചര്യത്തെ മാറ്റുന്ന, അവരുടെ സ്വഭാവത്തെ മാറ്റുന്ന, അവരുടെ ഇപ്പോഴത്തെ ആ കഷ്ടതയെ മാറ്റുന്ന യേശുവിൻ്റെ കരം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, പത്രോസ് പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശുവിൻ്റെ ദൈവപ്രവൃത്തിയുടെ ഒരു എൻട്രി വെളിപ്പെട്ടതുപോലെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ തലമുറയുടെ അടുക്കിലേക്ക്, നിൻ്റെ അടുക്കിലേക്ക് യേശുവിൻ്റെ ഒരു കടന്നുവരവുണ്ടാവും. ആമേൻ. വിശ്വസിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ കടന്നുവരൽ, ദൈവപ്രവൃത്തിയുടെ എൻട്രി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ ഏത് സാഹചര്യത്തിൻ്റെ അകത്താണെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നിൻ്റെ തലമുറ ഏത് സാഹചര്യത്തിൻ്റെ അകത്താണെങ്കിലും, നിൻ്റെ ജീവിത പങ്കാളി ഏത് സാഹചര്യത്തിൻ്റെ അകത്താണെങ്കിലും ദൈവത്തിന് അവരെ വിടുവിക്കുവാൻ, അവരുടെ മേൽ പ്രവർത്തിക്കുവാനും ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുക. കർത്താവേ, ഇത്ര വർഷമായല്ലോ, ഇത്ര നാളുകളായല്ലോ, ഇതൊന്നും നീ പറയണ്ട.
നീ ഒത്തിരി അധ്വാനിച്ചു, ഇതൊന്നും പറയണ്ട. നീ ഒത്തിരി വീശി, ഒന്നും പറയണ്ട. നീ സൈലൻ്റായി നിൽക്ക്. ആമേൻ. യേശു പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ പത്രോസിന് ആ പടവും കൊടുത്തിട്ട് അങ്ങ് പോയാൽ മതി. പത്രോസെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞ പടവും കൊടുത്തിട്ട് പോയാൽ മതി. പക്ഷേ യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസെ പടകിൻ്റെ വലതുവശത്തേക്ക് ആഴത്തിലേക്ക് നീക്കി. അല്ലേ, 4-ാം വാക്യം. അവൻ സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് യേശു പറഞ്ഞു. ആമേൻ. അതിന് പത്രോസ് പറയുന്നത്, ഞാൻ ഇറക്കാമെന്നല്ല, അതാ രാത്രി മുഴുവൻ. അതിന് ശീമോൻ, അതാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ഇടത്തേക്ക് വീണ്ടും വലയിറക്കാൻ പറയുമ്പോൾ അതിനെ അനുസരിക്കാനുള്ള ഒരു മനസ്സ് പത്രോസിനുണ്ടായതാണ് ഏറ്റവും വലിയ അത്ഭുതം. കാരണം ഒരുമാതിരിപ്പെട്ട നമ്മളടക്കം, ഞാനടക്കം ആ ഒരു സിറ്റുവേഷൻ, ഇപ്പം നിങ്ങൾ ബിസിനസ് ചെയ്ത് തകർന്നിരിക്കുന്നൊരു മേഖലയിൽ വീണ്ടും അത് തുടങ്ങാൻ ഒരാൾ പറഞ്ഞാൽ നമ്മൾ തുടങ്ങാൻ ഒന്നും മടിക്കും ഇല്ല. ഞങ്ങൾ ചില വർഷങ്ങൾ ചെയ്തിട്ട് വിജയിച്ച് 2-3 വർഷം നോക്കി പല രീതിയിൽ പലരോടും പൈസ വാങ്ങിച്ച് ഞങ്ങൾ നോക്കി, പല സാധനങ്ങൾ ഇറക്കി, പക്ഷേ അതൊന്നും വിജയിക്കുന്നില്ല, നഷ്ടമാണ്. പിന്നെയും ഞങ്ങൾക്ക് കടം കൂടുകയല്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് ഇല്ല, ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും മടിക്കും. 1-2 പ്രാവശ്യം ബിസിനസ് പൊട്ടിയിട്ട് വീണ്ടും ആ ബിസിനസ് തുടങ്ങാൻ ഉള്ള മനക്കെട്ടിയൊന്നും എല്ലാത്തിനും ഇല്ല. പക്ഷേ ദൈവശബ്ദം കേട്ടാൽ, എന്നെ കേൾക്കുന്ന ദൈവജനത്തോടെയും പറയുന്നു, നിങ്ങൾ പരാജയപ്പെട്ടു പോയ, നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ച മേഖലയിൽ ദൈവശബ്ദത്തിന് നിങ്ങൾ ചൂടുവെക്കാമെങ്കിൽ, ദൈവശബ്ദത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാമെങ്കിൽ, ദൈവശബ്ദത്തിന് നിങ്ങൾ ആ ബിസിനസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ, പരാജയപ്പെട്ട ബിസിനസ്സിനെ ദൈവം വീണ്ടും അത്ഭുത വിജയത്തിലേക്ക് ദൈവം കൊണ്ടുവരും, സമൃദ്ധിയിലേക്ക് അവൻ കൊണ്ടുവരും. ആമേൻ. നിന്റെ തകർന്നു പോയ മേഖലകൾ, നീ എവിടെ പരാജയപ്പെട്ടോ ആ ഇടത്ത് തന്നെ മാനിക്കാൻ, ഉയർത്താൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നു. പത്രോസ് വലഞ്ഞ് ആകെ തളർന്നിരിക്കുന്നിടത്ത്, ഒന്നും കിട്ടാത്ത ഇടത്ത് തന്നെ പത്രോസിൻ്റെ വലയെ നിറച്ച്, അവൻ്റെ പടകിനെ നിറച്ച കർത്താവ്, ഒന്നും കിട്ടാത്ത രാജ്യത്ത്, ഒരു ഉയർച്ചയില്ലാത്ത രാജ്യത്ത്, ഒരു ഉയർച്ചയില്ലാത്ത പട്ടണത്തിൽ, ഒരു ഉയർച്ചയില്ലാത്ത വീട്ടിൽ, ഒരു ഉയർച്ചയില്ലാത്ത ഓഫീസിൽ നിന്നെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു യേശു ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ വളരെ ശൂന്യത അനുഭവിക്കുന്ന വീടായിരിക്കാം, ഇപ്പോൾ വളരെ ശൂന്യത അനുഭവിക്കുന്ന ബിസിനസ് ആയിരിക്കാം, ഇപ്പോൾ വളരെ ശൂന്യത അനുഭവിക്കുന്ന ജോലി മേഖലയായിരിക്കാം, ദാമ്പത്യ ജീവിതമായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, ശുശ്രൂഷയായിരിക്കാം. അതിൻ്റെ അകത്ത് തന്നെ ദൈവശബ്ദത്തിന് നീ ഒന്ന് ചുവടുവെക്കാൻ തയ്യാറായാൽ, ദൈവശബ്ദത്തിന് നീ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായാൽ, ദൈവശബ്ദത്തിന് നീ ആമയം പറയാൻ തയ്യാറായാൽ, നിൻ്റെ ജീവിതം, നിൻ്റെ ശുശ്രൂഷ, നിൻ്റെ ബിസിനസ്, നിൻ്റെ ജോലി മേഖല, നിൻ്റെ വിദ്യാഭ്യാസം അത്ഭുത നിറവിലേക്ക്, അത്ഭുത കവിഞ്ഞൊഴുക്കിലേക്ക്, ഒരു അത്ഭുതമാക്കി മാറ്റാൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുക. പത്രോസിൻ്റെ വല നിറഞ്ഞിട്ട് പത്രോസിന് മാത്രം അത് വലിച്ചു കയറ്റാൻ പറ്റാത്തത് കൊണ്ട് പത്രോസ് അവൻ്റെ കൂട്ടാളികളെയും വിളിച്ചു. 2 പടകുകളും നിറച്ചു എന്ന് എന്തൊക്കെ കാണുന്നു. 2 പടകുകളും നിറച്ചു. ആമേൻ. ദൈവശബ്ദം കേട്ട് ഇറങ്ങിയവൻ്റെ പടക് മാത്രമല്ല നിറഞ്ഞത്, മറ്റു പടകും കൂടെ നിറയ്ക്കാനുള്ളത് ദൈവം കൊടുത്തു. ആമേൻ. നീ മാത്രം നിറയല്ല,
മറ്റുള്ളവരെ നിറയ്ക്കാനുള്ളതും കൂടെ നിൻ്റെ വലയിൽ തരാൻ, നിൻ്റെ കയ്യിൽ തരാൻ യേശു ശക്തനാണ്. ആമേൻ. നീ നിൻ്റെ കുടുംബം മാത്രം അനുഗ്രഹിക്കപ്പെടുകയല്ല, നീ നിമിത്തം മറ്റുള്ള കുടുംബവും അനുഗ്രഹിക്കപ്പെടും വിധത്തിലുള്ള മാന്യത, അനുഗ്രഹം തരാൻ ദൈവം ശക്തനാണ്. ആമേൻ. ഒറ്റയൊന്ന് ആ ശബ്ദത്തെ അനുസരിക്കാൻ, ദൈവശബ്ദത്തെ അനുസരിക്കാൻ തയ്യാറാകുക. ദൈവിക വചനത്തെ ഉൾക്കൊള്ളുവാൻ, പ്രവചന ശബ്ദങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുക. അവൻ്റെ വാക്കിന് വലയിറക്കുക, അവൻ്റെ വാക്കിന് ചുവടുവെക്കുക. ഇന്ന് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്ന മുമ്പേ, ഒരു ജോലിക്ക് പോകുന്ന മുമ്പേ, ഇല്ല ഒരു ബിസിനസ് തുടങ്ങുന്ന മുമ്പേ, ഒരു ജോലി പ്രവേശിക്കുന്ന മുമ്പേ, ഒരു പുതിയ അഡ്മിഷൻ എടുക്കുന്ന മുമ്പേ പ്രാർത്ഥിക്കുക, വെയിറ്റ് ചെയ്യുക, ദൈവശബ്ദത്തിനോട് വെയിറ്റ് ചെയ്യുക. നീ നിരാശപ്പെടേണ്ട വരത്തില്ല. ദൈവശബ്ദം കേട്ടിട്ടാണ് നീ ഇറങ്ങുന്നെങ്കിൽ ഒന്നിലും നീ നിരാശപ്പെടേണ്ട വരത്തില്ല. ദൈവശബ്ദം കേട്ടിട്ട് ഒരു കുടുംബജീവിതത്തിലേക്ക് നീ കയറുന്നെങ്കിൽ നീ നിരാശപ്പെടാൻ അവൻ അനുവദിക്കത്തില്ല. കുടുംബജീവിതം പരാജയപ്പെടാൻ അവൻ അനുവദിക്കത്തില്ല. ദൈവശബ്ദത്തിന് വലയിറക്കുക. നിന്റെ പടക് നിറയും. മറ്റുള്ള പടകിനെയും നിറയ്ക്കാനുള്ളത് നിന്റെ വലയിൽ അവൻ തരും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും. നീ നിമിത്തം പലരും അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ. ദൈവശബ്ദം കേൾക്കുക. ഏത് സാഹചര്യമാണെങ്കിലും, തകർന്ന് തരിപ്പണമായിരിക്കുന്ന സാഹചര്യമായിരിക്കാം, എന്നാലും യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകുക. എന്നാലും അവൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറാകുക. സാഹചര്യം ഒന്നും നിൻ്റെ മുമ്പേ അനുകൂലമായിരിക്കത്തില്ല. വേണ്ട, ദൈവശബ്ദം കേട്ട് അവന് വേണ്ടി ചുവട് വെച്ചാൽ, അവന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ, അവന് വേണ്ടി നിൻ്റെ ഹൃദയം തുറന്നാൽ, അവന് വേണ്ടി നിൻ്റെ വീടിനെ തുറന്നു കൊടുത്താൽ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ ഒരുങ്ങിയാൽ, ആമേൻ, യേശുവിനെ ഉയർത്താൻ നീ തയ്യാറായാൽ, നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഈ ദൈവശബ്ദത്തിന് ആമേൻ പറയുക. നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറാകുക. അവൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകുക. അവൻ്റെ വാക്കിന് ഇറങ്ങിത്തിരിക്കുക. നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്നെ കേൾക്കുന്ന, നിരാശ അനുഭവിക്കുന്ന തലമുറയുടെ വിഷയത്തിൽ, കുടുംബ വിഷയത്തിൽ, ജീവിത പങ്കാളി വിഷയത്തിൽ നിരാശ അനുഭവിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, പ്രിയരെ, നിങ്ങൾ ദൈവസന്നിധി ഇരിക്കാൻ തയ്യാറാകുക. ഇന്ന് നടന്നില്ല, നാളെ നടന്നില്ല, പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ടാകുന്നില്ല, നിരാശപ്പെടരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയിൽ തുടരുക, വചനവായനയിൽ തുടരുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിരിക്കും. യേശു പ്രതീക്ഷിക്കാത്ത സമയത്ത് നിൻ്റെ തലമുറയിലേക്ക്, നിൻ്റെ വീട്ടിലേക്ക് അവ വന്നിരിക്കും. നീ ദൈവിക പദ്ധതിയിലുള്ളവളാണ്, നീ ദൈവിക പദ്ധതിയിലുള്ളവനാണ്, നീ ദൈവിക പദ്ധതിയിലുള്ള നിൻ്റെ കുടുംബമാണ്. ദൈവം മാനിച്ചിരിക്കും, ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ചില ദൈവശബ്ദം കൂടെ കൈമാറാൻ, ചില പ്രവചന ശബ്ദം കൂടെ കൈമാറാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞ 3-4 ദൈവശബ്ദം, പ്രവചന ശബ്ദമുണ്ട്. അത് ദൈവമക്കൾ കേൾക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുന്നവരിലേക്ക് അത് ഷെയർ ചെയ്യുക. കഴിഞ്ഞ ഏപ്രിൽ മാസം 4-ാം തീയതി പരിശുദ്ധാത്മാവിൽ ചില പ്രവചന ശബ്ദങ്ങൾ കൈമാറിയിരുന്നു. അതിൽ ഒന്നായിരുന്നു, അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കാൻ പോകുന്നത് VD സതീശൻ സാറിനെ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ പ്രവചന ശബ്ദം പോലെ തന്നെ VD സതീശൻ സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടല്ലോ. പ്രവചന ശബ്ദങ്ങൾ നമ്മളൊന്നും തള്ളിക്കളയാതെ അതിനോർത്ത് പ്രാർത്ഥിക്കുക. ദൈവിക പദ്ധതി അത് സംഭവിച്ചിരിക്കും, അതിന് മാറ്റങ്ങളില്ല. പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം ദൈവമക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം, ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശൻ സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അദ്ദേഹം നല്ലൊരു ഭരണം കേരളത്തിന് വേണ്ടി കാഴ്ചവെക്കട്ടെ, നല്ലപോലെ കേരളത്തെ അദ്ദേഹം ഭരിക്കട്ടെ, അതിനുവേണ്ട ജ്ഞാനം ദൈവം കൊടുക്കട്ടെ. സാർ ജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ, ജ്ഞാനത്തോടെ
ചില കാര്യങ്ങളിൽ ഇടപെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സാറിനെ പറ്റി, സാറിൻ്റെ എതിരെ, ഈ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ലേഡി എഴുന്നേറ്റ് അദ്ദേഹത്തിന് വിരോധമായ ചില പ്രസ്താവനകൾ ഇറക്കും. താൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ അത് പരസ്യപ്പെടുത്തും. പൊതുവേദികളിൽ, ന്യൂസുകളിൽ വാർത്തകൾ വരും. അദ്ദേഹത്തെ നാണം കെടുത്തുന്ന വിധത്തിൽ, അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഈ ഭരണത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കുവാൻ, ഈ ഭരണത്തിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കുവാൻ തക്കവണ്ണം ഒരു ലേഡി എഴുന്നേറ്റ് ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്നതായിട്ട്, തനിക്കെതിരെ പ്രസ്താവിക്കുന്നതായിട്ടൊരു സംഭവം ദൈവാത്മാവ് കാണിച്ചു. ദൈവമക്കളെ വിശ്വത്തോട് പ്രാർത്ഥിക്കുക. ഈ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ, ആ സാറിനെതിരെ താൻ ഒന്നും ചെയ്യാത്ത കാര്യത്തിന് തനിക്കെതിരെ ഒരു വ്യക്തി എഴുന്നേറ്റ് കാര്യങ്ങൾ നടത്തിയതുപോലെ ഈ സാറിൻ്റെയും എതിരെ ചില കാര്യങ്ങൾ വരുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ജ്ഞാനത്തോടെ, വിവേകത്തോടെ ചില കാര്യങ്ങൾക്ക് കൈകൊടുക്കുവാൻ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കട്ടെ. നല്ല ഭരണം നടത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധോർത്ത് ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനോടൊത്ത് പ്രാർത്ഥിക്കാം. സാറിനെ ദൈവം സംരക്ഷിക്കട്ടെ. നല്ലൊരു ഭരണം നടത്തുവാൻ ഉള്ള ജ്ഞാനം കർത്താവ് കൊടുക്കട്ടെ. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകം മുഴുവൻ, ഒരു രാജ്യത്തിനും അതിന് മാറ്റമില്ല. സർവ്വരാജ്യങ്ങളിലും, മുഴുവൻ ലോകത്തിൽ ഒരു വലിയ കാറ്റടിക്കാൻ പോകുന്നു. എന്നെ കർത്താവ് കാണിക്കുന്നത് വല്ലാത്തൊരു കൊടുങ്കാറ്റടിച്ചിട്ട് ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതെ ആയി കിടക്കുന്നു. മരങ്ങളൊന്നുമില്ലാതെ മുഴുവൻ കാറ്റത്ത് അടിച്ച് തകർത്ത ഒരു വലിയ കൊടുങ്കാറ്റ്. അത് ഒരിടത്ത് ഇന്ത്യയെ മാത്രമല്ല, അല്ലെ ചില രാജ്യങ്ങൾ മാത്രമല്ല, ലോകമെമ്പാടും വലിയ കൊടുങ്കാറ്റിനാൽ ഒരു നാശമുണ്ടാകുന്നു. വെള്ളത്താൽ നശിക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെ കൊടുങ്കാറ്റിനാൽ വലിയൊരു നാശം ലോകരാജ്യങ്ങൾ നേരിടാൻ പോകുന്നു. കൊടുങ്കാറ്റിനാൽ അത് 4 ദിക്കിൽ നിന്നും 4 ദിക്കിലും അതുണ്ടാകും. വലിയ കൊടുങ്കാറ്റ് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ ഈ കൊടുങ്കാറ്റുണ്ടാകാൻ പോകുന്നു. 100ഉം 120ഉം കിലോമീറ്റർ സ്പീഡുള്ള കൊടുങ്കാറ്റ് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിൽ 180 കിലോമീറ്റർ സ്പീഡുള്ള കൊടുങ്കാറ്റുകൾ, വലിയ നാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, വരുന്ന 90 ദിവസം നിർണായകം. ദൈവമക്കൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിരുന്നു. പ്രാർത്ഥിക്കുന്നവരോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. വല്ലാത്ത നാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റ് അത് സംഭവിക്കുമ്പോൾ നടക്കുന്നത്, ഇൻ്റർനെറ്റുകൾക്ക് കേടുപാട് സംഭവിക്കും. ഇൻ്റർനെറ്റുകൾ നമുക്ക് സുലഭമായി ലഭിക്കത്തില്ല. ഇൻ്റർനെറ്റുകൾ വിച്ഛേദിക്കപ്പെടും. ഇലക്ട്രിസിറ്റി ഉണ്ടാകത്തില്ല. ചില ദിവസങ്ങൾ ഇലക്ട്രിസിറ്റിയും മൊബൈൽ സംവിധാനവും നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ ഈ വിഷയത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. വല്ലാത്ത കാറ്റടിച്ചിട്ട് ലോകരാജ്യങ്ങൾ മൊത്തം, ഒരു രാജ്യമല്ല, ലോകരാജ്യങ്ങളിൽ മൊത്തം സംഭവിക്കുന്ന കാര്യമാണ്. ഇൻ്റർനെറ്റ് നഷ്ടപ്പെടും, വൈദ്യുതി നഷ്ടപ്പെടും. വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ലോകരാജ്യങ്ങൾ മുമ്പോട്ട് പോകും. ഇതിൻ്റെ തീവ്രത കുറയാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യങ്ങളെ ദൈവം സംരക്ഷിക്കുവാൻ
പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഇടിവിൽ നിൽക്കാം. ദൈവഭയം ജനത്തിനുണ്ടാകട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനം ഒരുങ്ങടട്ടെ. ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് രാജ്യങ്ങൾ അറിയട്ടെ. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ഇടപെട്ട മറ്റൊരു കാര്യം, ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് ജമ്മു കാശ്മീരിലുള്ള ഒരു ഗ്രാമം, പെൻസിൽ വാലി എന്ന് പറയുന്ന ഒരിടം. ആ സ്ഥലത്തോട്ട് പ്രാർത്ഥിക്കുക. വലിയ പ്രകൃതി ദുരന്തം ആ ഒരു സ്പോട്ടിലുണ്ടാകാൻ പോകുന്നു. പെൻസിൽ വാലി എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ജമ്മു കാശ്മീരിലുള്ള ആ സ്ഥലത്ത് വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ നിമിത്തം ഒരു ഗ്രാമം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സംഭവം ഉണ്ടാകാൻ പോകുന്നു. നമുക്ക് ആ ദേശത്തെ ഓർത്ത്, അവിടെയുള്ള ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ സംരക്ഷിക്കട്ടെ. ആ ദുരന്തത്തിൻ്റെ തീവ്രത കുറയട്ടെ. അതിൽ ഈ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച അടുത്ത ദൈവശബ്ദം, ക്രിസ്തീയ സഭകൾ കത്തോലിക്ക, ഓർത്തഡോക്സ്, ഈസൈ, അങ്ങനെയുള്ള സഭകളിലെ ക്രിസ്തീയ പള്ളികളിലെ ആരാധന രീതികൾക്ക് മാറ്റം ഉണ്ടാകും എന്ന് ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവശബ്ദം കൈമാറിയിരുന്നു. അതതുപോലെ സംഭവിക്കുകയും ചെയ്തത് ദൈവമക്കൾക്കറിയാം. എന്നാൽ വീണ്ടും പരിശുദ്ധാത്മാവിനോട് പറയുന്നു, സമുദായ പള്ളികളിൽ വീണ്ടും ഒരിടയ ലേഖനം വായിക്കും. അത് ദൈവിക കൽപ്പനയാണ്, വചനത്തിൻ്റെ നിവൃത്തിയാണ്, വചനത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിക്കണം എന്നുള്ള ഒരു ഓർഡർ മാർപ്പാപ്പ സഭകൾക്ക് കൈമാറും. ഇടയലേഖനം കൈമാറും, സൽക്കുറ വായിക്കും. അത് ദൈവം ഇടപെട്ടത് ഇങ്ങനെയാണ്, എന്നെ കാണിച്ചു തരികയായിരുന്നു. പള്ളികളുടെ ഒരു സൈഡിൽ സ്നാനക്കുളം പണിയണമെന്ന് മാർപ്പാപ്പ ഓർഡർ ഇടും. ഇത് വചനത്തിലുള്ള ദൈവിക ശബ്ദമാണ്, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇത് ദൈവിക കൽപ്പന അനുസരിക്കാൻ ദൈവത്തിൻ്റെ മക്കൾ ബാധ്യസ്ഥരാണ്. ഈ ശുശ്രൂഷ, ഈ കൽപ്പന യേശുവിൻ്റെ കൽപ്പനയാണ് എന്നുള്ള ഓർഡർ റോമിൽ നിന്നും സമുദായ ചർച്ചുകളിലേക്ക് ലെറ്ററുകൾ വരും. പള്ളികളിൽ സ്നാനക്കുളം പണിയണമെന്നും ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നുള്ളത് ഓർഡർ വരാൻ പോകുന്നു. സമുദായ ആരാധനാലയങ്ങളിൽ, പള്ളികളിൽ വലിയ ഉണർവുണ്ടാവും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ആരാധന പള്ളിക്കുള്ളിൽ ഉണ്ടാകും. ഇത് ദൈവജനം ലോകരാജ്യങ്ങൾ കാണാൻ പോകുന്നു. സമുദായ പള്ളികളിൽ, ക്രിസ്തീയ ദേവാലയങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ആരാധനയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകാൻ പോകുന്നു. ജനം ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുന്നു. അതിന് നേതൃത്വം ഈ മാർപ്പാപ്പ കൊടുക്കും. ഇത് ദൈവത്താൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വിഷയത്തോട് ദൈവമക്കൾ പ്രാർത്ഥിക്കുക, ദൈവവചനം അനുസരിക്കുക, ദൈവവചനം പറയുന്നത് നമ്മൾ കേൾക്കുക.
വചനപ്രകാരം മുമ്പോട്ട് പോകുക. വചനം പറയുന്ന കൽപ്പന നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്ന ആ നിത്യ ദൈവരാജ്യത്ത് കർത്താവിൻ്റെ കൂടെ വാഴാൻ നമുക്കൊരുങ്ങാം. പ്രാർത്ഥിക്കാം. ദൈവശബ്ദപ്രകാരം നീങ്ങാം. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രവചന ശബ്ദങ്ങളെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആമേൻ. വി.ഡി. സതീശൻ സാറിനോട് പ്രാർത്ഥിക്കുക. ലോകരാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ആ ദുരന്തം ഓർത്ത് പ്രാർത്ഥിക്കുക. ദുരന്തങ്ങളോർത്ത് പ്രാർത്ഥിക്കുക. പെൻസിൽവാലി എന്ന ആ ഗ്രാമത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. സമുദായ ക്രിസ്തീയ ചർച്ചകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ, ജനം ഉണർവിലേക്ക് നയിക്കപ്പെടാൻ മാർപ്പാപ്പയെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി ഉപയോഗിക്കട്ടെ. ദൈവയിഷ്ടം നടക്കട്ടെ. ഈ വിഷയം കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.